നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ചതുരശീതിതമ സർഗഃ 84-ാം സർഗം. 84-ാം സർഗത്തിൻ്റെ 1 തുടങ്ങി 8 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇന്ന് 9 തുടങ്ങി 18 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 9 തുടങ്ങി 18 വരെയുള്ള ശ്ലോകങ്ങൾ. ശ്ലോകം 9. യദി തുഷ്ടസ്തു ഭരതോ രാമസ്യേഹ ഭവിഷ്യതി ഇയം സ്വസ്തിമതീ സേന ഗംഗാമദ്യ തരേഷ്യതി. ഇത്യുക്തോപായനം ഗൃഹ്യ മത്സ്യമാംസമധൂനി ച അഭിചക്രാമ ഭരതം നിഷാദാധിപതേർഗുഹഃ. തമായാന്തം തു സംപ്രേക്ഷ്യ സൂതപുത്രപ്രതാപവാൻ ഭരതായാച ചക്ഷേഥ സമയജ്ഞോ വിനീതവത്. യേഷ ജ്ഞാതിസഹസ്രേണ സ്തപതി പരിവാരിതഃ കുശലോ ദണ്ഡകാരണ്യേ വൃദ്ധോ ഭ്രാതൃച്ഛതേ സഖാ. തസ്മാത് പശ്യതു കാകുൽസ്ഥ ത്വാം നിഷാദാധിപോ ഗുഹഃ അസംശയം വിജാനീതേ യത്ര തൗ രാമലക്ഷ്മണൗ. ഏതം തു വചനം ശ്രുത്വാ സുമന്ത്രാത് ഭരതഃ ശുഭം ഉവാച വചനം ശീഘ്രം ഗുഹഃ പശ്യതു മാമിതി. ലബ്ധ്വാനുജ്ഞം സംപ്രഹൃഷ്ടോ ജ്ഞാതിഭിः പരിവാരിതഃ ആഗമ്യ ഭരതം പ്രാഹോ ഗുഹോ വചനമബ്രവീത്. നിഷ്കുടച്ഛൈവ ദേശോऽയം വഞ്ചിതാച്ഛാപി തേ വയം നിവേദയാമതേ സർവം സുഖേ ദാസഗൃഹേ വസ. അസ്തി മൂലഫലം ചൈതന്നിഷാദൈ സ്വയമാർജിതം ആർദ്രം ശുഷ്കം തഥാ മാംസം വന്യം ചോച്ചാവചം തഥാ. ആശംസേ സ്വാശ്രിതാസേന വത്സ്യസ്യേനാം വിഭാവരിം അർച്ചിതോ വിവിധൈകാമൈ സ്വസൈന്യൗ ഗമേഷ്യസി. 9 തുടങ്ങി 18 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഈ വന്നിരിക്കുന്ന മഹാസൈന്യം ബന്ധുവാണെങ്കിൽ മാത്രമേ നദി കടത്തി വിടൂ എന്ന് നിഷാദരാജ അവരെ എല്ലാവരോടുമായി പറയുന്നു. നമ്മുടെ ബന്ധുക്കളല്ലെങ്കിൽ അവരെ യുദ്ധം ചെയ്ത് നിരുത്സാഹപ്പെടുത്തുക തന്നെ വേണം. ശ്ലോകം 9.
യതി തുഷ്ടസ്തു ഭരതോ രാമസ്യേഹ ഭവിഷ്യതി ഇയം സ്വസ്തിമതിസേന ഗംഗാമധ്യ തരീഷ്യതി. ഭരതൻ രാമനിൽ സ്നേഹത്തോടെയാണ് എത്തിയിരിക്കുന്നതെങ്കിൽ മാത്രമേ ഈ സേന നിർബാധം ഗംഗാനദി തരണം ചെയ്യാവൂ. ശ്ലോകം 10. ഇത്യുക്തോപായനം ഗുഹ്യ മത്സ്യമാംസമധൂനി ച അഭിചക്രാമ ഭരതം നിഷാദാധിപതിർഗുഹഃ. ശ്ലോകം 10-ന്റെ അർത്ഥം: ഇപ്രകാരം പറഞ്ഞ് മത്സ്യം, മാംസം, തേൻ മുതലായ സാധനങ്ങൾ കാഴ്ചവെക്കാനായി എടുത്തുകൊണ്ട് നിഷാദാധിപതിയായ ഗുഹൻ ഭരതൻ്റെ അടുത്തേക്ക് ചെന്നു. ശ്ലോകം 11. തമായാന്തം തു സംപ്രേക്ഷ്യ സൂതപുത്രപ്രതാപവാൻ ഭരതായാച ചക്ഷേധ സമയജ്ഞോ വിനീതവത്. ശ്ലോകം 11-ന്റെ അർത്ഥം: പ്രതാപവാനും വിനീതനുമായ സൂതപുത്രൻ സുമന്ത്രൻ അദ്ദേഹം ചെല്ലുന്നത് കണ്ടിട്ട് ഭരതനോട് ഇപ്രകാരം അറിയിച്ചു. ശ്ലോകം 12. ഏഷ ജ്ഞാതി സഹസ്രേണ സ്തപതി പരിവാരിതഃ കുശലോ ദണ്ഡകാരണ്യേ വൃദ്ധോ ഭ്രാതൃച്ഛതേ സഖാ. ബന്ധുസഹസ്രങ്ങളായ പരിവാരത്തോടെ വരുന്ന ദേശാധിപതിയായ ഈ മഹാൻ അങ്ങയുടെ സഹോദരൻ്റെ സുഹൃത്താണ്, അതായത് രാമൻ്റെ സുഹൃത്താണ്. ശ്ലോകം 13. തസ്മാത് പശ്യതു കാകുൽസ്ഥ ത്വാം നിഷാദാധിപോ ഗുഹഃ അസംശയം വിജാനീതേ യത്ര തൗ രാമലക്ഷ്മണൗ. ശ്ലോകം 13-ന്റെ അർത്ഥം: അതിനാൽ ഈ നിഷാദാധിപതിയായ ഗുഹൻ അങ്ങയെ മുഖം കാണിക്കട്ടെ. രാമലക്ഷ്മണന്മാർ എവിടെയാണെന്ന് തീർച്ചയായും അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കും. ശ്ലോകം 14. ഏതത്തു വചനം ശ്രുത്വാ സുമന്ത്രാത് ഭരതഃ ശുഭം ഉവാച വചനം ശീഘ്രം ഗുഹ പശ്യതു മാമിതി. സുമന്ത്രൻ്റെ ഈ വാക്കുകൾ കേട്ട് ഭരതൻ പറഞ്ഞു, ഗുഹൻ എന്നെ ഉടനെ വന്ന് കണ്ടുകൊള്ളട്ടെ. ശ്ലോകം 15. ലബ്ധ്വാനുജ്ഞം സംപ്രഹൃഷ്ടോ ജ്ഞാതിഭിഃ പരിവാരിതഃ ആഗമ്യ ഭരതം പ്രാഹ്വോ ഗുഹോ വചനമബ്രവീത്. ശ്ലോകം 15-ന്റെ അർത്ഥം: അനുവാദം ലഭിച്ച ഗുഹൻ സന്തുഷ്ടനായി ബന്ധുജനങ്ങളായ പരിവാരങ്ങളോടെ ഭരതൻ്റെ സന്നിധിയിലെത്തി വിനീതനായി ഇപ്രകാരം അറിയിച്ചു. ശ്ലോകം 16. നിഷ്കുടച്ഛൈവ ദേശോയം വഞ്ചിതാച്ഛാപിതേ വയം നിവേദയാമ തേ സർവം സുഖേദാസഗൃഹേ വസ. ശ്ലോകം 16-ന്റെ അർത്ഥം: ഈ ദേശം അങ്ങയുടെ ആരാമമാണ്. മുമ്പേ തന്നെ അങ്ങയെ മുഖം കാണിക്കാൻ അവസരം തരാതെ അങ്ങ് ഞങ്ങളെ പറ്റിച്ചു. അങ്ങയുടെ ദാസഗ്രഹത്തിലെന്ന പോലെ ഇവിടെ നിവസിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ശ്ലോകം 17. അസ്ഥിമൂലഫലം ചൈതന്നിഷാദൈ സ്വയമാർജിതം ആർദ്രം ശുഷ്കം തഥാ മാംസം വന്യം ചോച്ചാവജം തഥാ. ശ്ലോകം 17-ന്റെ അർത്ഥം: നിഷാദന്മാർ തേടിക്കൊണ്ടുവന്ന ഫലമൂലാദികളും പച്ചയ്ക്കുള്ളതും ഉണക്കിയതുമായ മാംസവും മറ്റും പലതര വന്യാഹാരങ്ങളും അവർ കൊണ്ടുവന്നിരുന്നു. ശ്ലോകം 18. ആശംസേ സ്വാശ്രിതാസേന വത്സ്യസ്നേനാം വിഭാവരിം അർച്ചിതോ വിവിധൈകാമൈ സസൈന്യോ ഗമേഷ്യസി. ശ്ലോകം 18-ന്റെ അർത്ഥം: അതെല്ലാം നന്നായി ഭക്ഷിച്ചിട്ട് ഇന്ന് രാത്രി സേന ഇവിടെ വസിക്കട്ടെ. വേണ്ടും വണ്ണം ആതിഥ്യം സ്വീകരിച്ചിട്ട് സേനാസമേതം അങ്ങേക്ക് നാളെ പോകാം. ഈ മത്സ്യവും മാംസവും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഭക്ഷിക്കാനായിരിക്കുമല്ലോ. പക്ഷെ അധ്യാത്മരാമായണത്തിൽ ഇവർ സസ്യാഹാരികൾ ആണെന്നാണ് പറയുന്നത്.
എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് നമുക്കറിവില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.